വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 24-ാമത്തെ വാക്യം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. ഇതൊരു ഭാഷാശൈലിയാണ്. ഇതൊരു ഭാഷാശൈലിയാണ് എന്ന് പറയുമ്പോൾ തന്നെയും അല്പം അതിശയോക്തി കലർന്നതല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതല്ല വാസ്തവം എന്ന് ഞാൻ കരുതുന്നു. ഈ അധ്യായത്തിൽ എന്ന് വെച്ചാൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കപടഭക്തിയെക്കുറിച്ചാണ്, അഥവാ ഉപരിപ്ലവമായ ഭക്തിയെക്കുറിച്ചാണ്. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 7 പ്രാവശ്യമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പരീശന്മാരെയും ശാസ്ത്രികളെയും നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പറയുന്നത്. ഭക്തിയുടെ മേൽത്തട്ടിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയുമാണ് യേശുക്രിസ്തു കപടഭക്തിക്കാരെ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭക്തിയുടെ മേൽത്തട്ടിലുള്ളവർ എല്ലാവരും കപടഭക്തിക്കാരാണ് എന്നർത്ഥമില്ല. കപടഭക്തിയിൽ അന്തർലീനമായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, അനാവശ്യമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. 2, താൻ ശ്രേഷ്ഠനായ ഒരു ഭക്തനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. 3, അതുവഴി മറ്റുള്ളവരാൽ കൂടുതൽ ബഹുമാനിതരാകുക. 4, കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുക. ഒരു ഭക്തൻ തൻ്റെ ഭക്തി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ അങ്ങനെയെങ്കിൽ അതിന് ഭക്തൻ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കു പറഞ്ഞാൽ നാം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് വാസ്തവം. ഒരു ഭക്തൻ്റെ അഥവാ ഒരു ക്രിസ്ത്യാനിയുടെ സ്വാഭാവികമായ ജീവിതമാണ് മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാണിക്കേണ്ടത്, അഥവാ മറ്റുള്ളവർ കാണേണ്ടത്. മനഃപൂർവ്വമായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഭക്തിയും വിശ്വാസവും എല്ലാം ഉപരിപ്ലവമായി തീരുക. പക്ഷേ ഒരു ഭക്തയ്ക്ക് ഒരു ഉൾബോധം ആവശ്യമാണ്, താൻ ആര് എന്നതായിരിക്കുന്ന ശരിയായ ബോധ്യം. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ അത് ആ വ്യക്തിയുടെ പൂച്ചയ്ക്ക് പോലും മനസ്സിലാകും എന്നതാണ് പറയുക. കാരണം മനുഷ്യനോട് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളോടും പ്രകൃതിയോടും അനുകമ്പയും സ്നേഹവും കരുതലും ആ വ്യക്തിയിൽ സംജാതമാകുന്നു. നാം ഉത്തരവാദിത്തമുള്ളവരായിത്തീരുന്നു. ചെറുതും വലുതുമായ ക്രയവിക്രയങ്ങളിൽ പക്വതയും സത്യസന്ധതയും ഉത്തരവാദിത്വവും ഉണ്ടാകുന്നു. നാം മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ പഠിക്കുന്നു. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും മുൻപിൽ തല കുനിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് നാം ദൈവത്തിന് വിധേയപ്പെടുക എന്നത്രേ. ഒരു ചെറിയ ഉദാഹരണം ഉത്തരവാദിത്തമുള്ള ജീവിതത്തിന് ദൃഷ്ടാന്തമായിട്ട് ഞാൻ പറയാം. നമ്മുടെ സ്വന്തം വീട്ടിലെ മാലിന്യം അടുത്ത വീട്ടുകാരൻ്റെ പറമ്പിലേക്കോ പൊതുസ്ഥലത്തേക്കോ വലിച്ചെറിയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ഭക്തനോ ഭക്തയോ ആകുക? ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ജീവിത വിശുദ്ധിക്ക് പല മാനങ്ങളുണ്ട്. രക്ഷയിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിക്ക്, ജീവിത വിശുദ്ധിയിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക്, ദൈവാത്മാവിന് വിധേയപ്പെടുന്നവന് ഇത്തരം ബോധ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉടലെടുക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തിയിൽ ഇത്തരം ബോധ്യങ്ങൾ നാമ്പിടുന്നത് സ്വയം തിരിച്ചറിയാൻ സാധിക്കണം. ഒന്നോർക്കുക, കപടഭക്തിയും കപട സാക്ഷ്യങ്ങളും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. സാക്ഷ്യ ജീവിതത്തിന് യാഥാർത്ഥ്യങ്ങളാണ് ആവശ്യം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യരോട് വ്യക്തമായി പറയുന്ന ഒരു വാക്യമുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. എല്ലാവരും കാണുന്നതും എല്ലാവരും വായിക്കുന്നതുമായിരിക്കുന്ന ഒരു പത്രമാണ് ഭക്തൻ്റെ ജീവിതം. നമ്മുടെ യഥാർത്ഥ ഭാവത്തെ എന്നും നമുക്ക് മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. കേട്ടിട്ടില്ലേ നീലവെള്ളത്തിൽ വീണതായിരിക്കുന്ന കുറുക്കൻ്റെ കഥ? ഒന്നേ ഉള്ളൂ മാർഗം, ദൈവവചനത്തിന്, യേശുക്രിസ്തുവിന് നാം വിധേയപ്പെടുക. നമ്മെ ശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തം ഇന്നും മതിയായതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയ് EV.